ഉപഭോക്താക്കൾ അറിയിച്ചത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യോഗം നടത്തിയപ്പോഴും ഇത്തരത്തിൽ ഈ ഉപഭോക്താക്കൾ ഇത്തരം പ്രതിഷേധവുമായി എത്തിയത്. അന്ന് അതുകൊണ്ട് തന്നെ ഹിയറിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഹിയറിംഗ് വച്ചത്. ഏതായാലും ഇപ്പോഴും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു തരത്തിലുള്ള ഇരട്ടത്താപം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ ആശങ്ക അതേപടി തുടരുകയാണ്. ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയതിലും ഉടമയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിലും ഇപ്പോൾ ഡൽഹി പോലീസിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. ന്യൂസ് ക്ലിക്കിന്റെ ഉടമ പ്രബീർ പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രബീറിനെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഐഷത്തുൽ ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഇപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്ടോബർ മുതൽ പ്രബീർ ജയിലിലാണ്. ഇതിൽ UAPA ചുമത്തിയതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അനധികൃതമായാണ് UAPA ചുമത്തലെന്നാണോ പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ ചൈനയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് ആരോപിച്ച് 2023 ഒക്ടോബർ 3-നാണ് ന്യൂസ് ക്ലിക്ക് മേധാവി പ്രബീർ പുരകായസ്ഥയെയും അതുപോലെ HR മേധാവി അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് FIR-ൽ അടക്കം ഉന്നയിച്ചിരുന്നത്. കാശ്മീരിനെ ഒഴിവാക്കി ഇന്ത്യയുടെ ഭൂപടം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, ഇതിനായി 115 കോടിയിലധികം രൂപ കൈപ്പറ്റി എന്നതടക്കമുള്ള ആരോപണങ്ങൾ FIR-ൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ UAPA അടക്കം ചുമത്തിയ ഈ ഒരു കേസിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ ജസ്റ്റിസ് BR ഗവായ്, സന്ദീപ് മേത്ത തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഇക്കാര്യം നിരീക്ഷിച്ചത്. റിമാൻഡ് അപേക്ഷയുടെ പകർപ്പ് അഭിഭാഷകനോ അപ്പീലുകാരനോ ലഭിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായ നീതിയുടെ നിഷേധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതുകൊണ്ട് അറസ്റ്റ് നടപടിയിലുണ്ടായ ഈ വീഴ്ച കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങനെ ഇത്തരത്തിലാണ് കോടതി പ്രബീർ പുരകായസ്ഥയെ ഉടനടി വിട്ടയക്കണമെന്ന് നിർദ്ദേശിച്ചത്. മുൻപ് മെയ് 1-നാണ് കേസ് കോടതി പരിഗണിച്ചിരുന്നത്. അന്ന് ഇത്തരത്തിൽ അതിവേഗം മജിസ്ട്രേറ്റിന് മുമ്പിൽ പുരകായസ്ഥയെ ഹാജരാക്കിയ ഒരു നടപടിയെ കോടതി ചോദ്യം ചെയ്തിരുന്നു. തിടുക്കപ്പെട്ട് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അന്ന് ഹാജരാക്കിയത്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഹാജരാക്കുന്നത്? അതുപോലെ റിമാൻഡ് പോലീസ് അത്തരം കാര്യങ്ങൾ കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അഭിഭാഷകന് ഒരു തരത്തിലുള്ള അഭിഭാഷകൻ എത്തുന്നതിന് മുൻപായാണ് റിമാൻഡ് ഉത്തരവ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് അഭിഭാഷകനെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതടക്കം കോടതി ചോദിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റ് നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു കോടതി ഉത്തരവ് വരുമ്പോൾ, കോടതി നിർദ്ദേശം വരുമ്പോൾ അത് ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ് ഷംന. എന്തായാലും ഡൽഹി പോലീസിന് ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ്. 6 മാസമായി പ്രബീർ പുരകായസ്ഥ ജയിലിലാണ്. ഉടൻ തന്നെ പ്രബീറിനെ മോചിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.